2025 വിട പറയുമ്പോൾ പോയ വർഷം കോഴിക്കോടിന് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും വർഷമായിരുന്നു. അതിജീവന പോരാട്ടങ്ങളും ബഹുമതികളും തേടിയെത്തിയ പോയ കാലത്തെ കോഴിക്കോട്ടെ പ്രധാന സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കാം. ദുരന്തങ്ങളും വേദനകളും അതിലുപരി പ്രതീക്ഷകളും സമ്മാനിച്ചാണ് 2025 കടന്നുപോയത്. കോഴിക്കോടിനെ സംബന്ധിച്ച് നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഒരു വർഷമായിരുന്നു 2025. കോഴിക്കോട് നഗരം വിറങ്ങലിച്ചു നിന്ന നിമിഷമായിരുന്നു അത്. മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് തീയുയർന്നതും പിന്നാലെയുണ്ടായ 3 മരണവും നഗരത്തെ ആശങ്കയുടെ മുൾമുനയിലാക്കി. തീയണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും തീപിടുത്തത്തിന്റെ കാരണം 1 വർഷം പിന്നിടുമ്പോഴും അവ്യക്തമാണ്. ഇതേ മാസം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തെയും തീഗോളം വിഴുങ്ങിയിരുന്നു. ഇരുനില കെട്ടിടത്തെ ഒന്നാകെ തീഗോളം വിഴുങ്ങിയപ്പോഴും ആർക്കും ഒരു അപായവും സംഭവിച്ചില്ല എന്നത് മാത്രമായിരുന്നു ഏക ആശ്വാസം. വലിയ 2 ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും കരകയറുന്നതിനു മുൻപ് മറ്റൊരു ദുരന്ത വാർത്തയായിരുന്നു കോഴിക്കോടിനെ തേടിയെത്തിയത്. ഷഹബാസ് എന്ന 10ാം ക്ലാസ്സുകാരന്റെ മരണമായിരുന്നു അത്. സഹപാഠികൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഷഹബാസ് കേരളത്തിന്റെ ഒന്നാകെ തീരാ നോവായി. ഇതിനെല്ലാം പിന്നാലെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരവും നഗരത്തെ വരിഞ്ഞു മുറുക്കിയത്. 3 മാസം പ്രായമുള്ള കുഞ്ഞും 58കാരിയും തുടങ്ങി 10ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇപ്പോഴും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിൽ ആരോഗ്യ സംവിധാനം പൂർണ്ണ പരാജയത്തിലാണ്. ഫ്രഷ് കട്ട് എന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ പ്രാദേശികമായി നടന്ന സമരത്തിൽ നുഴഞ്ഞുകയറി SDP എന്ന മത തീവ്രവാദ ശക്തികൾ നടത്തിയ കലാപശ്രമം ആശങ്കയോടെയാണ് മതേതര കേരളം നോക്കിക്കണ്ടത്. ഫാക്ടറിക്ക് തീയിട്ട് തൊഴിലാളികളെ ചുട്ടുകൊല്ലാൻ പോലുമുള്ള ശ്രമമാണ് അന്ന് SDP നടത്തിയത്. കോഴിക്കോട്ടെ കടലോര മേഖലയിലെ ആരാധനാ കേന്ദ്രമായ മാറാട് ഭജനമഠം അടിച്ചു തകർത്ത സംഭവം ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ വലിയ മുറിവാണുണ്ടാക്കിയത്. ഇങ്ങനെ വലിയ ആശങ്കയിലൂടെയാണ് കോഴിക്കോടിന്റെ മണ്ണ് പോയ കാലം കടന്നുപോയത്. ഇപ്പോഴും പുത്തൻ പ്രതീക്ഷയിലാണ് കോഴിക്കോടിന്റെ ജനത. കടലും കാറ്റും കഥ പറയുന്ന നഗരം, സംസ്കാരവും ചരിത്രവും ഒരുമിച്ചൊരേ ശ്വാസം വിടുന്ന നഗരം. 2025ലും കോഴിക്കോട് നഗരം തെളിയിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു സ്ഥലമല്ല, ഒരു അനുഭൂതിയാണെന്ന്. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.